CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് ₹1 കോടി തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. കാഞ്ഞിരപ്പുഴ സ്വദേശികളായ 3 പേരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പാടം പഞ്ചായത്തിൽ അമ്മയും മകനും ഇത്തവണ മത്സര രംഗത്ത്. ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡായ വടശ്ശേരിപ്പുറത്ത് നിന്ന് സുശീല സുരേന്ദ്രൻ മത്സരിക്കുന്നതോടൊപ്പം മകനായ KS ദീപേഷ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനാട് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. മണ്ണാർക്കാട് കോടതിപ്പടി PWD ഓഫീസിന് പുറകുവശം നടത്താനിരുന്ന റോഡ് പണി CITU തൊഴിലാളികൾ തടഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 29ാം വാർഡിലെ PWD ഓഫീസിന് പുറകുവശത്തുള്ള 200 മീറ്റർ ദൂരമുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെയാണ് CITU തൊഴിലാളികൾ തടഞ്ഞത്. ചെർപ്പുളശ്ശേരിയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള LDF പ്രകടന പത്രിക പുറത്തിറക്കി. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മറിന് നൽകിക്കൊണ്ട് CPM ഏരിയ സെക്രട്ടറി KB സുഭാഷ് പ്രകാശനം ചെയ്തു. ചെർപ്പുളശ്ശേരിയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള ഭരണമാണ് LDF നഗരസഭയിൽ വിഭാവനം ചെയ്യുന്നതെന്ന പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പൽ കൺവീനർ K ബാലകൃഷ്ണൻ പറഞ്ഞു. കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PA ഉമ്മറിന് പ്രകടന പത്രികയുടെ കോപ്പി നൽകിക്കൊണ്ട് CPM ഏരിയ സെക്രട്ടറി KB സുഭാഷ് പ്രകാശനം ചെയ്തു. ആ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നഗരസഭയിലെ വൈസ് ചെയർമാൻ്റെ ഡ്രൈവർ ഒരു അഴിമതി കേസിൽ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം UDF ഭരണം ലഭിക്കുന്ന സന്ദർഭത്തിലാണ്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ KT സത്യൻ, K നന്ദകുമാർ, M സിജു, K ഗംഗാധരൻ, C ജയകൃഷ്ണൻ, KK സൈതലവി എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി തൂതപ്പുഴയിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി. വ്യാഴാഴ്ച വൈകുന്നേരം 5:30യോടെയാണ് തൂത ക്ഷേത്രത്തിന് സമീപമുള്ള കടവിൽ നിന്നും യുവാവിന്റെ ജഡം നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് ചെർപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കരയിലേക്ക് എത്തിച്ചു. ചെർപ്പുളശ്ശേരി തൂതപ്പുഴയിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി. വ്യാഴാഴ്ച വൈകുന്നേരം 5:30യോടെയാണ് തൂത ക്ഷേത്രത്തിനു സമീപമുള്ള കടവിൽ നിന്നും യുവാവിന്റെ ജഡം നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് ചെർപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കരയിലേക്ക് എത്തിച്ചു. പെരിന്തൽമണ്ണ സ്വദേശി 32-കാരനായ K ശിവകുമാറാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. CCN ചെർപ്പുളശ്ശേരി. ഒരു ലോക ഭിന്നശേഷി ദിനം കൂടി കടന്നു പോകുമ്പോൾ തന്റെ കുറവുകളെ കുറിച്ച് ഓർക്കാതെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി ജനവിധി തേടുകയാണ് PT സഫ്ന. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിലേക്കാണ് സഫ്ന ജനവിധി തേടുന്നത്. ഒരു ലോക ഭിന്നശേഷി ദിനം കൂടി കടന്നു പോകുമ്പോൾ തന്റെ കുറവുകളെ കുറിച്ചോർക്കാതെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി ജനവിധി തേടുകയാണ് PT സഫ്ന. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിലേക്കാണ് സഫ്ന ജനവിധി തേടുന്നത്. തന്റെ പരിമിതികൾക്കപ്പുറം വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് താങ്ങാവുക എന്ന് മനസ്സുറപ്പിച്ചാണ് 26-കാരിയായ PT സഫ്ന തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡ് കരിങ്കലത്താണിയിൽ മത്സരരംഗത്തേക്ക് വന്നത്. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുട ചിഹ്നത്തിലാണ് സഫ്ന കന്നിയംഗത്തിന് ഒരുങ്ങുന്നത്. എന്നേക്കാൾ കൂടുതൽ വൈകല്യമുള്ളവരും വയ്യാത്തവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും അവർക്ക് അർഹതപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ വാർഡിൽ ഒരുപാട് വീടില്ലാത്ത ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവർ ഷീറ്റിൽ താമസിക്കണോ ഷെഡൊക്കെ കെട്ടിയിട്ട് കുറേ വീട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ. അപ്പോൾ അവർക്ക് അർഹതപ്പെട്ട വീടിനുള്ളത് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ പ്രധാന ഒരു പ്രശ്നം കണ്ടത് പിന്നെ കുടിവെള്ള പ്രശ്നമാണ്. ഒരുപാട് വീട്ടിൽ ആ പരാതി വന്നിട്ടുണ്ട്, കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഒരു പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നത്
ഞാൻ ചെയ്യണം. തന്റെ 5-ാം വയസ്സിൽ സഹോദരിയുമൊത്ത് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് സഫ്നയുടെ വലതുകാൽ നഷ്ടപ്പെട്ടത്. തന്റെ കുറവുകളൊന്നും വകവയ്ക്കാതെയുള്ള പഠനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ ബിരുദവും TTC പഠനവും പൂർത്തിയാക്കി. തുടർന്ന് താൽക്കാലിക ഒഴിവുകളിലേക്ക് വിവിധ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അധ്യാപന ജോലിയോടൊപ്പം ജനസേവനവും തനിക്ക് വഴങ്ങുമെന്ന ജനങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തവണ വാർഡിൽ മത്സരിക്കാനായി രംഗത്തെത്തിയതെന്ന് സഫ്ന പറഞ്ഞു. പ്രയാസങ്ങൾക്കിടയിലും താൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിലെ മുഴുവൻ വോട്ടർമാരെയും ഇതിനിടയ്ക്ക് നേരിട്ടെത്തി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സഫ്ന. താൻ ജയിച്ചു വന്നാൽ വീട്, കുടിവെള്ളം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉറപ്പു നൽകിയാണ് സഫ്ന ജനങ്ങളിൽ നിന്ന് വോട്ട് ചോദിക്കുന്നത്. ഇത്തവണ വാർഡിൽ മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് PT സഫ്ന. മുസ്ലിം ലീഗിലെ PT സഫിയ, വെൽഫെയർ പാർട്ടിയിലെ M ഹഫ്സത്ത് എന്നിവരും മത്സരരംഗത്ത് സജീവമായുണ്ട്. CCN ചെത്തല്ലൂർ. കോട്ടപ്പാടം പഞ്ചായത്തിൽ അമ്മയും മകനും ഇത്തവണ മത്സര രംഗത്തുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡായ വടശ്ശേരിപ്പുറത്ത് നിന്ന് സുശീല സുരേന്ദ്രൻ മത്സരിക്കുന്നതോടൊപ്പം മകനായ KS ദീപേഷ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനാട് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. കോട്ടപ്പാടം പഞ്ചായത്തിൽ അമ്മയും മകനും ഇത്തവണ മത്സരരംഗത്തുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡായ വടശ്ശേരിപ്പുറത്തു നിന്നും സുശീല സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ മകനായ KS ദീപേഷ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനാട് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. രണ്ടുപേരും ഇടതുപക്ഷ സഹയാത്രികരാണ്. മകൻ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അമ്മ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. അമ്മ മത്സരിക്കുന്ന വാർഡടങ്ങിയ ഡിവിഷനിൽ മകനും മത്സരിക്കുന്നതിനാൽ അമ്മയും മകനും ഒരുമിച്ചാണ് ഇത്തവണ വോട്ടു തേടി വാർഡിലെ വീടുകളിൽ എത്തുന്നത്. അമ്മയും മകനും വീടുകളിലെത്തുന്ന കാഴ്ച വീട്ടമ്മമാർക്കും ഏറെ കൗതുകകരമാണ്. കഴിഞ്ഞ 20 വർഷക്കാലം വാർഡിൽ ജനസേവനം ചെയ്ത സുശീല കഴിഞ്ഞ തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആര്യമ്പാവിലെ നായാടിപ്പാറ വാർഡിൽ നിന്നാണ് കഴിഞ്ഞ 3 തവണ ജനപ്രതിനിധിയായി മത്സരിച്ച് കോട്ടോപ്പാടം പഞ്ചായത്തിൽ എത്തിയത്. കഴിഞ്ഞ തവണ കൊടക്കാട് വാർഡിൽ നിന്നാണ് ജയിച്ചത്. CPMന്റെ സജീവ പ്രവർത്തകയാണ് സുശീല എങ്കിലും ഇത്തവണ മൊബൈൽ ചിഹ്നത്തിൽ സ്വതന്ത്രയായിട്ടാണ് മത്സരിക്കുന്നത്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്തിലേക്ക് ജനങ്ങൾ തന്നെ എത്തിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് സുശീല. വടശ്ശേരിപ്പുറത്ത് സുശീലയ്ക്ക് എതിർ സ്ഥാനാർത്ഥിയായ ലീഗിലെ കോഴിശ്ശേരി റജീനയും NDAയിലെ K വിദ്യയും മത്സരരംഗത്ത് സജീവമാണ്. ഞങ്ങൾ രണ്ടാളും വോട്ട് ചോദിച്ച് ചെല്ലുമ്പം നല്ല അനുഭവങ്ങളാണ്. കാരണം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ അമ്മയും മകനും നല്ല സ്ഥാനാർത്ഥികളാണ്, നട്ടപ്പാതിരായ്ക്ക് പോലും ഓടിയെത്തും എന്നുള്ളത് കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കാണ് ഒരു വോട്ടെന്ന് പറയുന്നു എന്നുള്ളതാണ്. കാരണം ഏത് അത്യാവശ്യത്തിന് വിളിച്ചാലും ഞാൻ എന്നും പറയുന്നൊരു വാക്കാണ്, 20 കൊല്ലം മെമ്പറാവുന്ന സമയത്തും ഞാൻ പറഞ്ഞ ജനങ്ങളോട് പറയുന്ന ഒരു വാക്കാണ്, ഏത് നട്ടപ്പാതിരയ്ക്ക് വിളിച്ചു തന്നാലും നിങ്ങളുടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഞാൻ എത്തുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനാട് ഡിവിഷനിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് ദീപേഷ് ഇത്തവണ മത്സരിക്കുന്നത്. പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർക്ക് മുച്ചക്രവാഹനങ്ങളും കട്ടിൽ, അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ ലാപ്ടോപ്പ് എന്നിവയും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ദീപേഷ് പറയുന്നു. ഞാനും എൻ്റെ അമ്മയും കഴിഞ്ഞ 5 വർഷക്കാലം കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ പല മാധ്യമങ്ങളുണ്ടായിരുന്നു. ജയിച്ചു വന്ന സമയത്ത് അമ്മ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും ഞാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ടാണ് ഭരണസമിതിയിലാണെങ്കിലും ബോർഡിലാണെങ്കിലും കൃത്യമായിട്ട് പങ്കെടുത്തു. ഇത്തവണയും തന്നെ എനിക്ക് അതിനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഡിൽ 12-ാം വാർഡ് വടശ്ശേരിപ്പുറം ഞാനും അമ്മയുമാണ് ഓരോ വീടും ഇവിടെ ഗൃഹസന്ദർശനം നടത്തിയത്. കൃത്യമായിട്ട് അവരുടെ ഒരു നമുക്ക് ചെന്ന ആളുകളെ കാണുമ്പോൾ തന്നെ അവർക്ക് നിങ്ങൾ ഇപ്പോൾ പ്രാവശ്യം കൊണ്ട് അമ്മയും മകനും നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇവിടെ വരേണ്ടത്, എന്താണെങ്കിലും ഈ നാടിന് ആവശ്യം നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് പല ഭാഗത്തുനിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അമ്മയുടെയും മോൻ്റെയും വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു വിഷയത്തിലും എനിക്കിപ്പോൾ ഈ 12-ാം വാർഡിൽ നിന്ന് ഞാനും അമ്മയും ജയിച്ചു വരികയാണെങ്കിൽ അമ്മയ്ക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും വരാം. എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അമ്മയ്ക്ക് എത്തിപ്പെടാൻ കഴിയും. ഇതൊക്കെ ജീവിതത്തിലൊരു അപൂർവങ്ങളിൽ അപൂർവങ്ങൾ എന്ന് പറയാം. അമ്മയും മകനും ഒരു മത്സര രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇനിയും അത്തരത്തിലുള്ള ഭാഗ്യം ഉണ്ടാവാൻ പല ഭാഗത്തും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും ഈ വടശ്ശേരിപ്പുറത്തെ ആളുകളിൽ 12-ാം വാർഡിൽ എനിക്കും അമ്മയ്ക്കും അമ്മയുടെ ചിഹ്നമായ മൊബൈലിലും എൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രാധ ടീച്ചർക്ക് ചുറ്റിയ അരിവാൾ നക്ഷത്രത്തിൽ അങ്ങനെ മൂന്ന് ആളുകളെയും വിജയിപ്പിക്കുകയാണെങ്കിൽ ഒട്ടനവധി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ വടശ്ശേരിപ്പുറത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്നതിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതാണ് ഇതുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
കഴിഞ്ഞ തവണ കോട്ടോപ്പാടം പഞ്ചായത്തിലേക്ക് 477 വോട്ട് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇത്തവണ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് കടന്നു വന്നതോടെ തെയ്യോട്ടുചിറ ഭാഗത്തെ യുവാക്കളുടെ ആവശ്യമായ തെയ്യോട്ടുചിറ ഗ്രൗണ്ടിന്റെ 4 ഭാഗം വലകെട്ടി സുരക്ഷിതമായി പന്ത് കളിക്കാനുള്ള സൗകര്യം ചെയ്യുമെന്നും കൂടാതെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും ദീപേഷ് പറഞ്ഞു. പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് ദീപേഷ് മത്സരിക്കുന്നത്. ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കന്നിയംഗത്തിൽ അമ്മയുടെ കൂടെ വോട്ട് തേടി നടക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും തനിക്ക് കിട്ടിയ അപൂർവ നിമിഷങ്ങളിൽ ഒന്നായാണ് ഇതിനെ കാണുന്നതെന്നും KS ദീപേഷ് പറഞ്ഞു. ദീപേഷിനൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനാട് ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയായി അജി പ്രസാദ് ഭീമനാടും UDF സ്ഥാനാർത്ഥിയായി ബഷീർ തെക്കനുമാണ് മത്സരരംഗത്തുള്ളത്. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ VK ശ്രീകണ്ഠൻ MP പ്രചാരണം നടത്തി. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി വോട്ട് അഭ്യർത്ഥിച്ചാണ് VK ശ്രീകണ്ഠൻ തച്ചനാട്ടുകര പഞ്ചായത്തിൽ എത്തിയത്. UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി വോട്ടഭ്യർത്ഥിച്ചാണ് VK ശ്രീകണ്ഠൻ തച്ചനാട്ടുകര പഞ്ചായത്തിൽ എത്തിയത്. പഞ്ചായത്തിലെ ചെത്തല്ലൂർ, കുണ്ടൂർക്കുന്ന്, പാലോട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു VK ശ്രീകണ്ഠന്റെ പ്രചാരണം. പ്രത്യേക തെരഞ്ഞെടുപ്പ് യോഗവും വിവിധ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സംഗമവും VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ചെത്തല്ലൂരിൽ നടന്ന സംഗമത്തിൽ തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് E ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MK രാമകൃഷ്ണൻ, V രാമൻകുട്ടി ഗുപ്തൻ, കൃഷ്ണദാസ്, ഇല്യാസ് കുന്നുംപുറം, KPM സലീം, PT ലത്തീഫ്, മധുസൂദനൻ, മൻസൂർ മാസ്റ്റർ, മണികണ്ഠൻ മാസ്റ്റർ, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ വിവരങ്ങൾ ഡോക്ടർക്ക് പോലും, നമ്മളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് പോലും മറ്റൊരാൾക്ക് പറയാൻ പാടില്ല. അതാണ് നിലവിലെ ചട്ടം എന്നിരിക്കുന്നത്. ഇങ്ങനെ ദുരിതത്തിലായി കിടക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് ഈ ആരോഗ്യ വിവരം അമേരിക്കൻ കമ്പനിയുമായിട്ട് കോടികളുടെ ഇടപാട് വെച്ച് തീരുമാനിച്ചത് എന്ന് ജനങ്ങളോട് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇടതുപക്ഷത്തിൽ. സത്യത്തിൽ അമേരിക്കൻ കമ്പനി മരുന്ന് മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ CPM-ഉം മുഖ്യമന്ത്രിയൊക്കെ അതിൽപ്പെട്ടു. CCN ചെത്തല്ലൂർ. മണ്ണാർക്കാട് കോടതിപ്പടി PWD ഓഫീസിന് പുറകുവശം നടത്താനിരുന്ന റോഡ് പണി CITU തൊഴിലാളികൾ തടഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 29-ാം വാർഡിലെ PWD ഓഫീസിന് പുറകുവശത്തുള്ള 200 മീറ്റർ ദൂരമുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെയാണ് CITU തൊഴിലാളികൾ തടഞ്ഞത്. മണ്ണാർക്കാട് കോടതിപ്പടി PWD റോഡിന് പുറകുവശം നടത്താനിരുന്ന റോഡ് പണി CITU തൊഴിലാളികൾ തടഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 29-ാം വാർഡിലെ PWD ഓഫീസിന് പുറകുവശത്തുള്ള 200 മീറ്റർ ദൂരമുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് CITU തൊഴിലാളികൾ തടഞ്ഞത്. കഴിഞ്ഞ 5 വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാൻ ശ്രമിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നഗരസഭാ ഉദ്യോഗസ്ഥരും PWD ഉദ്യോഗസ്ഥരും വിഷയം അറിഞ്ഞിട്ടില്ല എന്നാണ് കിട്ടിയ വിവരമെന്നും CITU തൊഴിലാളിയായ അഷ്റഫ് കിളയിൽ പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ചയാണ് ഇലക്ഷൻ. ഈ ഇലക്ഷൻ്റെ തലേദിവസം വന്നിട്ട് ഈ പണിയെടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പണിയെടുക്കാൻ പറ്റില്ലെന്നാണ്. ഞങ്ങൾ PWDക്ക് വിളിച്ചു, അവരത് അറിയില്ല. പിന്നെ മുനിസിപ്പാലിറ്റിക്ക് വിളിച്ചു, അവർ റോഡ് പണി അറിയില്ല. അപ്പോൾ ആദ്യം ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി ആരൊക്കെ പൈസ മുടക്കി എടുക്കുന്ന പണിയാണ്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം പണിയെടുക്കേണ്ടത് പറഞ്ഞ് നിർത്തി വെച്ചിട്ടാണ് ഈ പണി. കാരണം അടുത്ത വ്യാഴാഴ്ചയാണ് ഇലക്ഷൻ. ഇന്ന് വന്ന് പണിയെടുക്കുക. ഈ 5 കൊല്ലം ഇവിടെ ഒരു പണി എടുത്തിട്ടില്ല. CITU തൊഴിലാളികളായ ഗഫൂർ, സലാം, ഷമീർ, റഫീഖ് തുടങ്ങിയവർ പ്രതിഷേധം അറിയിച്ചു. CCN മണ്ണാർക്കാട്. പാലക്കാട് ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് 1/2 കോടി രൂപയിലധികം തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. കാഞ്ഞിരപ്പുഴ സ്വദേശികളായ 3 പേരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് 1/2 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. കാഞ്ഞിരപ്പുഴ സ്വദേശികളായ തോട്ടത്തിൽ ദിനൂപ്, കാഞ്ഞിരപ്പുഴ രായന്തുരുത്തി ഊർപ്പാടം മഹേഷ്, കരിമ്പുഴ കുന്നത്ത് സജിത്ത് എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ 10 പവൻ തൂക്കമുള്ള മാല പണയം വെച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഈടായി നൽകുന്ന മാലയിൽ 2 ഗ്രാം മാത്രമാണ് സ്വർണമുണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ മുക്കുപണ്ടമാണ്. 10 പവന് 2 ലക്ഷം രൂപ വീതമാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയിരുന്നത്. എന്നാൽ സംഭവത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ചുമതലയുള്ള സുജിത് ദാസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം. ജില്ലയിലെ 17 ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി പോലീസ് പറയുന്നു. ഇതിൽ 11 കേസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. സംഘത്തിലെ യുവതി ഉൾപ്പെടെയുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ PM ലിബി, SI R രാജേഷ്, CPO K രമീസ് തുടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. CCN മണ്ണാർക്കാട്. സേവ് മണ്ണാർക്കാട് ജനകീയ കൂട്ടായ്മ ഒരുക്കിയ വോട്ടും പറച്ചിലുമായി വോട്ട് വണ്ടിയുടെ പര്യടനം സമാപിച്ചു. നവംബർ 25-ന് 1-ാം വാർഡിൽ നിന്നും ആരംഭിച്ച പര്യടനം ഡിസംബർ 1-ന് സമാപന സമ്മേളനത്തോടെയാണ് പൂർത്തീകരിച്ചത്.
സേവ് മണ്ണാർക്കാട് ജനകീയ കൂട്ടായ്മ ഒരുക്കിയ വോട്ടും പറച്ചിലുമായി വോട്ടുവണ്ടിയുടെ പര്യടനം സമാപിച്ചു. 2020 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 29 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾക്കും വോട്ടർമാർക്കും അവരുടെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിനായാണ് വോട്ടുവണ്ടി നഗരത്തിലിറങ്ങിയത്. നമ്മുടെ നാട്ടിലൊരു വികസന പ്രക്രിയയിൽ മുനിസിപ്പൽ കൗൺസിലറുടെ പങ്കും ആ മുനിസിപ്പൽ കൗൺസിലിന്റെ പങ്കും വളരെ വലുതാണ്. ആ സംവിധാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും വരുന്ന 5 വർഷക്കാലം മണ്ണാർക്കാടിന് വളർന്നു പന്തലിക്കാൻ, മണ്ണാർക്കാട്ടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരാൻ, മണ്ണാർക്കാട് എന്ന ഈ പ്രദേശത്തെ ലോകമാകമാനം കാണുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം ഈ ലോക്കൽ ഭരണ സംവിധാനത്തിൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നവംബർ 25-ന് 1-ാം വാർഡിൽ നിന്നും ആരംഭിച്ച പര്യടനം ഡിസംബർ 1-ന് വാർഡ് 23 ചന്തപ്പടിയിൽ പ്രതിഭാ തിയേറ്ററിന് മുൻവശത്തെ മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനത്തോടെയാണ് പൂർത്തിയാക്കിയത്. സ്വാഭാവികമായിട്ടും ഒരാൾ ജയിക്കണം എന്ന് വരുമ്പോൾ ഒരു മത്സരം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മത്സരമായിട്ട് വരുന്നത്. പക്ഷെ മത്സരം എന്നുള്ളത് വളരെ താൽക്കാലികമായ ഒന്നാണ്. ഏറ്റുമുട്ടുന്നു എന്നൊക്കെയാണല്ലോ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ. പക്ഷെ അത് വളരെ താൽക്കാലികം. ഈ 10-ാം തീയതി കഴിഞ്ഞാൽ മത്സരം കഴിഞ്ഞു. പക്ഷെ പിന്നീടുള്ള 5 വർഷം മത്സരത്തിൻ്റെതല്ല, സഹവർത്തിത്വത്തിൻ്റെത് ആയിരിക്കണം. അത് സാഹോദര്യത്തിൻ്റെതായിരിക്കണം. സേവ് മണ്ണാർക്കാട് ചെയർമാൻ ഫിറോസ് ബാബു, മോഡറേറ്റർമാരായ KPS പൈനടം, ഷബ്ന ശശി, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അബ്ദുൽ ഹാദി, ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന ചർച്ചയിൽ 23-ാം വാർഡിലെ ജനപ്രതിനിധികൾ തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. CCN മണ്ണാർക്കാട്. പോപ്പുലർ ഫ്രണ്ട് മണ്ണാർക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ട് ദേശീയ സംസ്ഥാന നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും അന്യായമായി EDA ഉപയോഗിച്ച് റെയ്ഡ് നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് മണ്ണാർക്കാട് ഡിവിഷൻ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ മണ്ണാർക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പോപ്പുലർ ഫ്രണ്ട് മണ്ണാർക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ട് ദേശീയ സംസ്ഥാന നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും അന്യായമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ച് റെയ്ഡ് നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് മണ്ണാർക്കാട് ഡിവിഷൻ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ മണ്ണാർക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പൗരത്വ സമരങ്ങളിലെ പങ്കാളിത്തത്തിനും ഡൽഹിയിൽ കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തിനും പിന്തുണ നൽകിയതിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതികാര നടപടിയാണ് EDA ഉപയോഗിച്ചുള്ള റെയ്ഡ് നാടകമെന്നും ഭരണകൂടം പ്രതിസന്ധിയിലാകുമ്പോൾ കപടനാടകങ്ങളും കള്ളവാർത്തകളും അഴിച്ചുവിട്ടുള്ള കേന്ദ്രത്തിന്റെ ഭരണകൂട ഭീകരതയാണ് നടക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. തുടർന്നും ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ജനകീയമായി നേരിടുമെന്നും നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് മണ്ണാർക്കാട് ഡിവിഷൻ ഭാരവാഹികളായ സമീർ ചോമേരി, ഉമ്മർ മൗലവി കൊടക്കാട്, നൌഫൽ ആര്യമ്പാവ് എന്നിവർ നേതൃത്വം നൽകി. CCN മണ്ണാർക്കാട്. ഇരുട്ടിന്റെ ലോകത്ത് നിന്ന് പൊരുതി അറബി സാഹിത്യത്തിൽ JRF നേട്ടവുമായി മഅദിൻ അക്കാദമി വിദ്യാർത്ഥി ജലാലുദ്ദീൻ കഴിഞ്ഞ തവണ നെറ്റ് ക്വാളിഫൈ ചെയ്തിരുന്നു. 2011 മതഭൗതിക സമന്വയ പഠനത്തിനായി മഅദിൻ അക്കാദമിയിലെത്തിയ ജലാലുദ്ദീൻ 15ഓളം ഗ്രന്ഥങ്ങൾ സ്വന്തം കൈകൊണ്ട് തന്നെ ബ്രെയിൻ ലിപിയിൽ എഴുതിയിട്ടുണ്ട്. മഅദിൻ ഏബിൾ വേൾഡിൽ നിന്നാണ് ബ്രെയിൻ ലിപി പഠിച്ചത്. കാഴ്ചയുള്ളവർ എത്തിപ്പെടുന്ന മുഴുവൻ മേഖലകളിലും തന്റെ മുദ്ര പതിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇതിപ്പോ 10ഓളം പുസ്തകങ്ങളുണ്ട്. വലിയ ഗ്രന്ഥമായ ഫത്തുഹുൽ മൊയ്ന്, പിന്നെ എന്താണ് അറബിക് ഗ്രാമറാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു കിതാബ് ഓതുന്ന മതത്തിൽ പഠിക്കാൻ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, അടിസ്ഥാനപരമായി പഠിക്കേണ്ടത് ഗ്രാമറാണ്. ആ ഗ്രാമറിൻ്റെ എല്ലാ കിതാബും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. പ്രസംഗത്തിലും കരകൗശല നിർമ്മാണത്തിലും മികവ് തെളിയിച്ച ജലാലുദ്ദീൻ PhD ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. സൈക്കിൾ ചവിട്ടാനും നീന്താനും കഴിവ് സ്വായത്തമാക്കിയ ജലാൽ പാഠ്യേതര വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വഴിയാധാരമായി പോകുമായിരുന്ന തന്റെ ജീവിതം വിദ്യയുടെ വെളിച്ചത്തിലേക്ക് വഴികാട്ടി മികച്ച പ്രചോദനമാക്കിയ മഅദിൻ ചെയർമാനും സയ്യിദ് ഇബ്രാഹിമീൽ ഖലീൽ അൽ ബുഖാരി തങ്ങളാണ് തന്റെ ഈ അവിസ്മരണീയ നേട്ടത്തിന് പിന്നിലെന്നും ജലാൽ പറയുന്നു. അവർക്ക് JRF കിട്ടുക, PhD കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് PhD അല്ലെങ്കിൽ JRF കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ ഒരു മകനിക്ക് കിട്ടിയാൽ അതൊരു വ്യക്തിക്കേ ആകുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അതേ സ്ഥാനത്ത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കിട്ടിയാൽ അതൊരു സമൂഹത്തിന് കിട്ടുന്നതാണ്. അതിലേറെ എൻ്റെ അടുക്കൽ വരുന്ന
എത്രയോ പഠനത്തിൽ താല്പര്യക്കുറവ് കാണിക്കുന്ന വൈകല്യങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക് ഞാൻ ഇങ്ങനെയുള്ള കുട്ടികളെയാണ് കാണിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് പലർക്കും വലിയ സന്ദേശങ്ങളാണ് ഇത് നൽകുന്നത്. വളർന്നാൽ ഉയരാൻ കഴിയാത്തവർ ആരും ഈ ലോകത്തില്ല. പക്ഷേ നമ്മുടെ അധ്വാനക്കുറവ് അല്ലെങ്കിൽ എന്തെല്ലാമോ തെറ്റിദ്ധാരണകളാണ് സമൂഹത്തിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് വിനീതം വിശ്വസിക്കുന്നത്. 5 വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി അധ്യാപന മേഖലയിൽ സജീവമാകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. തിരൂരങ്ങാടി കുണ്ടൂർ അത്താണിക്കൽ സ്വദേശിയായ അദ്ദേഹം പനയത്തിൽ മുഹമ്മദ് കുട്ടി സുലൈഖ ദമ്പതികളുടെ മകനാണ്. CCN മലപ്പുറം. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി AKWRF മെമ്പർമാരുടെ അവകാശ വിളംബര വാഹനജാഥ സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. അവകാശ വിളംബര വാഹനജാഥ നിലമ്പൂർ മുതൽ പൊന്നാനി വരെയാണ് നടത്തിയത്. ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും വിളിച്ചറിയിച്ചുകൊണ്ട് നടന്ന റാലിയിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ജാഥയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വാഹനജാഥയ്ക്ക് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലൈസ് ബിൻ മുഹമ്മദ്, ജില്ലാ പ്രസിഡന്റ് സലീം കിഴിശ്ശേരി, പെരിന്തൽമണ്ണ ജില്ലാ സെക്രട്ടറി ബദറുസമാൻ മൂർക്കനാട്, ജില്ലാ ട്രഷറർ മജീദ് ചെങ്ങരംകുളം, മറ്റു കമ്മിറ്റി അംഗങ്ങളായ നിഷാദ് പരിയാപുരം, ശിവദാസൻ കരുവാരംകുണ്ട്, സന്തോഷ് ചങ്ങരംകുളം, റംസീന പൊന്നാനി, ഹസീന പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി. സാമൂഹിക പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിൽ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ AKWRFന്റെ റാലിയിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. വൈകിട്ട് 5 മണിക്ക് പൊന്നാനി ഹാർബറിൽ വാഹനജാഥ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ മഞ്ജിത് ലാൽ, പൊന്നാനി ജോയിന്റ് RTO അബ്ദുൽ സുബൈർ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് എടായിക്കലിലെ UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നു. CK ഷാഹിറ ടീച്ചറാണ് UDFന്റെ സ്ഥാനാർത്ഥി. 6ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് പേര് ഷാഹിറ ടീച്ചർ. ഈ വരുന്ന 14-ാം തീയതി നമ്മുടെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് എടായിക്കലിലെ UDF സ്ഥാനാർത്ഥിയുടെ വാർഡ് പര്യടനം നടന്നു. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പര്യടനം നടന്നത്. UDFന്റെ ഉറച്ച കോട്ടയാണ് 6ാം വാർഡ് എടായിക്കൽ. നിലവിൽ UDF വിജയിക്കുന്ന വാർഡിൽ കൂടുതൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാനാകുമെന്ന് ഷഹീറ ടീച്ചർ പറഞ്ഞു. കയറിയ വീടുകളിൽ നിന്നെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് തരുന്നത്. കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ലീഗിന്റെ ഒരു കോട്ട തന്നെയാണിത്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇതിന് സംഭവിച്ചിട്ടില്ല, ഇനിയും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉത്തമ ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 2ാം ഘട്ടം കഴിയാറായിട്ടുണ്ട്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്, പ്രവർത്തകർ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ്. ഇനിയും നല്ല സ്വീകരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന്റെ കോട്ടയായിട്ടുള്ള ഇത്തവണ നമ്മുടെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ഉന്നത വിജയത്തിൽ കിട്ടുന്ന തന്നെയാണുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിച്ചിരുന്നു വിശ്വസിക്കുന്നു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം മക്കരപ്പറമ്പിൽ BJPയുടെ കൊടികെട്ടിയാളെ മുസ്ലിം ലീഗുകാരനാക്കി വ്യാജ പ്രചരണം. ഇതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പോലീസ് മേധാവിക്കും മക്കരപ്പറമ്പ് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകി. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്കും 3ാം വാർഡ് BJP സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകിയതും ബാങ്കിലെ ലോൺ കുടിശ്ശിക തീർത്തതും UDF ആണെന്ന് നുണപ്രചാരണം നടത്തിയതായും പരാതിയിൽ പറയുന്നു. പ്രസിഡന്റ് ഷെനീബ് ഫൈസൽ, ജനറൽ സെക്രട്ടറി ഷെഫീഖ് C, മുഹമ്മദ് അസ്കർ KT എന്നിവരാണ് പരാതി നൽകിയത്. ഞാൻ മക്കരപ്പറമ്പ് പഞ്ചായത്ത് 3ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അനീസ് മടത്തിൽ. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വരാനുണ്ടായ കാരണം ഇന്നലെ 27-ാം തീയതി വെള്ളിയാഴ്ച ദേശാഭിമാനി പത്രത്തിലെ 4ാം പേജിൽ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. തികച്ചും അടിസ്ഥാനരഹിതമായ കുറച്ച് ആരോപണങ്ങളാണ് ദേശാഭിമാനി പത്രത്തില് വലിയ പ്രാധാന്യത്തോടുകൂടി ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിച്ചത്. 3ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയത് മുസ്ലിം ലീഗാണ്, ലീഗിന്റെ പ്രവർത്തകരാണ് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് വന്നത്. ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കൊടി കെട്ടിക്കൊടുക്കാൻ വേണ്ടി BJP സ്ഥാനാർത്ഥിയെ സുഹൃത്തായ ആൾ സഹായിക്കുന്നുണ്ട്. ഈ സുഹൃത്ത് ലീഗുകാരനാണ് എന്നാണ് ഒരു ആരോപണം. CCN പെരിന്തൽമണ്ണ.
UDF-കാർ നിരന്തരം രാഷ്ട്രീയ പ്രവർത്തകരല്ല എന്നും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് UDF-കാർ പ്രവർത്തനത്തിനിറങ്ങുന്നതെന്നും മുൻ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ M. മുഹമ്മദ് സലീം ആലിപ്പറമ്പ് എടത്തറയിൽ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഈ ഇതൊക്കെ എടുത്തിറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ വലതുപക്ഷ രാഷ്ട്രീയക്കാർ. എന്നാൽ ഇടതുപക്ഷക്കാർ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പ് അല്ലാത്ത കാലത്തും നമ്മുടെ നാടിന്റെ സകല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് അല്ലാത്ത ജീവൽ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യന്റെ നിരവധിയായ മറ്റ് പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. കാതലായ ഇത്തരം 2-3 വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തിനാണ് ഇടതുപക്ഷത്തോട് വോട്ട് ചെയ്യേണ്ടത്? അത് നമ്മുടെ നാട്ടിൽ വിശദീകരിക്കേണ്ടത്. UDF-ന്റെ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഉള്ളതാണെന്നും ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ടെന്നും അതിനായിരിക്കും ജനങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക എന്നും M. മുഹമ്മദ് സലീം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലയളവിൽ മാത്രം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന UDF-നെ ജനങ്ങൾ അവഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും M. മുഹമ്മദ് സലീം കൂട്ടിച്ചേർത്തു. CCN പെരിന്തൽമണ്ണ. കീഴാറ്റൂർ ജാമിയ ഉമരിയ പ്രിൻസിപ്പലായി സയ്യിദ് OMS തങ്ങളെ നിയമിച്ചു. പാണക്കാട് തങ്ങളുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നിർവഹിച്ചു. പാണക്കാട് തങ്ങളുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രസിഡന്റ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ OMS തങ്ങൾ നിസാമി മേലാറ്റൂരിനെ പ്രസിഡന്റായി നിയമിച്ചത്. ചടങ്ങിൽ KC അബൂബക്കർ ദാരിമി, അബ്ദുള്ള അൽ ഖാസിമി, PT ഉസ്മാൻ ദാരിമി, K. മൂസ ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. ജാമിയത്തുൽ ഉമരിയത്തുൽ ഇസ്ലാമിയ എന്ന പേര് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ. ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായി അഭിനന്ദനായ സയ്യിദ് OMS തങ്ങളെ ഇവിടെ അതിൻ്റെ ഭാരവാഹികളുടെ CCN പെരിന്തൽമണ്ണ. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് UDF പ്രകടന പത്രിക പുറത്തിറക്കി. 12 പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. 2020-2025 ഈ കാലയളവിൽ പഞ്ചായത്തിലെ സമഗ്ര വികസനത്തിനുള്ള 12 പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് UDF പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. തൊഴിൽ മേഖലയ്ക്കായി സമൃദ്ധി പദ്ധതിയും കുടിവെള്ളം എത്തിക്കുന്നതിനായി കുടിനീർ പദ്ധതിയും ഭവന നിർമ്മാണ പദ്ധതികൾക്കായി എന്റെ വീട് പദ്ധതിയും ആരോഗ്യ മേഖലയ്ക്കായി താഴേക്കോട് കെയർ എന്ന പദ്ധതിയും വിദ്യാഭ്യാസ മേഖലയ്ക്കായി എഡ്യൂകെയർ പദ്ധതിയും സ്ത്രീ ശാക്തീകരണത്തിനായി സ്മാർട്ട് ശ്രീ പദ്ധതിയും പൊതുഭരണത്തിലായി സേവ് സിറ്റിസൺ പദ്ധതിയും തുടങ്ങിയ പദ്ധതികൾ. പെരിന്തൽമണ്ണയിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റും മുൻ താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റുമായ AK നാസർ മാസ്റ്റർ പ്രകടന പത്രിക അവതരണം നടത്തി. നിലവിലുള്ള താഴേക്കോട് ആലിപ്പറമ്പ് പഞ്ചായത്തിലേക്ക് വേണ്ടി തുടങ്ങി വെച്ചൊരു കുടിവെള്ള പദ്ധതിയുണ്ട്. അത് LDF സർക്കാർ വന്നതിന് ശേഷം അതിനൊരു ഫണ്ടും ലഭിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. കിണറും ട്രീറ്റ്മെന്റ് പ്ലാന്റുമായിട്ടുണ്ട്. ബാക്കി കൂടി സർക്കാരിന്റെ സഹായത്തോടു കൂടി പൂർത്തീകരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കാം. എൻ്റെ വീട് പദ്ധതിയിലൂടെ പിണറായി സർക്കാർ തകർത്ത പാവപ്പെട്ടവന്റെ ഭവന സ്വപ്നം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പദ്ധതിയിലൂടെ ശ്രമിക്കാം. അതേപോലെ തന്നെ താഴേക്കോട് കെയർ ആരോഗ്യരംഗത്ത് ഹോമിയോ, അലോപ്പതി, ആയുർവേദ മേഖലകളെ വിപുലീകരിച്ചുകൊണ്ട് ചികിത്സാ ശൃംഖല വിപുലപ്പെടുത്തുക. അതുപോലെ എഡ്യൂകെയർ വിദ്യാഭ്യാസ മേഖലയിൽ തുടർ വിദ്യാഭ്യാസ മേഖലകൾ ആധുനികവൽക്കരിക്കുക. സ്മാർട്ട് ശ്രീ പദ്ധതിയാണ് മറ്റൊന്ന്. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടും വായ്പയോടും കൂടി പഞ്ചായത്തിലെ മുഴുവൻ കുടുംബിനികൾക്കും സ്മാർട്ട് ഫോൺ പദ്ധതി നടപ്പിലാക്കുക എന്നതാണ് അതുവഴി ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ താഴേക്കോട് UDF കൺവീനർ കളപ്പാടൻ ഹുസൈൻ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് UDF ഇലക്ഷൻ കാൻഡിഡേറ്റ് കോർഡിനേറ്റർ ജാഫർ മാസ്റ്റർ, മുൻ പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അരക്കുപറമ്പ് ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുമായ AK മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി നഗരസഭയിൽ LDF കുടുംബയോഗങ്ങൾ സജീവമായി. മുഹമ്മദ് മുഹസിൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുടുംബയോഗങ്ങൾ സജീവമാകുന്നത്. ഓരോ ഡിവിഷനുകളിലും കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്.
മുഹമ്മദ് മൊഹസിൻ MLA ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നഗരസഭയുടെ വികസന കോട്ടങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കുടുംബയോഗങ്ങളിൽ നേതാക്കൾ പ്രസംഗിക്കുന്നത്. നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് LDF. അതോടൊപ്പം തന്നെ മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്ന് യാതൊരു കാരണവശാലും ജനങ്ങൾക്ക് തൽക്കാല അധികാരത്തിന് വേണ്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് മാറ്റി പറയാനോ മറുകണ്ഠം ചാടാനോ ശ്രമിക്കുന്നവരല്ല ഇടതുപക്ഷം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 600 രൂപ പെൻഷനായിരുന്നത് 18 മാസമായി കുടിശ്ശികയായിരുന്നത് നമ്മളന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു പെൻഷൻ ഇരട്ടിയാക്കി വീടുകളിൽ എത്തിക്കുമെന്ന്. ഇന്ന് അഭിമാനത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പെൻഷൻ ഇരട്ടി മാത്രമല്ല, 1400 രൂപ, അടുത്ത മാസം മുതൽ 1500 രൂപ വളരെ കൃത്യമായി വീടുകളിൽ എത്തിച്ചുകൊണ്ട് യാതൊരു കുടിശ്ശികയും വരുത്താതെയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം സാധാരണക്കാരന്റെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ എല്ലാം തന്നെ പുതിയ കെട്ടിടങ്ങൾ വന്ന ഒരു കാലഘട്ടമാണ്. പട്ടാമ്പി നഗരസഭയുടെ പരിധിയിലുള്ള സ്കൂളുകളൊക്കെ വളരെ മോശമായ അന്തരീക്ഷത്തിലായിരുന്നു. ഭരണം ഉണ്ടായിട്ടും 15 വർഷം MLA ഉണ്ടായിട്ടും ഒന്നും തന്നെ സ്കൂളുകൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. നഗരസഭയിൽ ഒരു മാറ്റം ലക്ഷ്യമിട്ടാണ് LDF ഇത്തവണ പ്രവർത്തിക്കുന്നത്. 22 വാർഡുകളിലാണ് LDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ 21ാം വാർഡ് ശ്രദ്ധേയമാണ്. നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ C. സംഗീതയും ഹയർ സെക്കൻഡറി മുൻ ഡയറക്ടർ പ്രൊഫസർ CP ചിത്രയും തമ്മിലാണ് ഡിവിഷനിലെ പ്രധാന മത്സരം. കഴിഞ്ഞ തവണ ഷൊർണൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്കും C. സംഗീത മത്സരിച്ചിരുന്നു. പട്ടാമ്പി നഗരസഭയിലെ 21ാം വാർഡിൽ ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. നിലവിലെ നഗരസഭാ കൗൺസിലറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന C. സംഗീതയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. മുൻ ഹയർ സെക്കൻഡറി ഡയറക്ടർ പ്രൊഫസർ CP ചിത്രയാണ് LDFിന് വേണ്ടി ഇത്തവണ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ LDFിന്റെ വാർഡാണ് 21ാം വാർഡ്. വാർഡ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് LDFിന്റെ പ്രവർത്തനം. പ്രചരണ പ്രവർത്തനങ്ങൾ വാർഡിൽ ഊർജിതമായി നടന്നുവരികയാണെന്ന് CP ചിത്ര പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനവുമായിട്ട് പല സ്ഥലങ്ങളിലും 3 തവണ പോയി കഴിഞ്ഞു. ആ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല പരിചയമായി കഴിഞ്ഞു. 3 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവസാന തലങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം, ജനങ്ങളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ പ്രചരണം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. CPI ലോക്കൽ കമ്മിറ്റി അംഗം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിലും പ്രൊഫസർ CP ചിത്ര പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ സമഗ്ര വികസനം തന്നെയാണ് LDF ലക്ഷ്യമിടുന്നതെന്ന് CP ചിത്ര പ്രതികരിച്ചു. MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കൊടുത്തിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ, അതുപോലെ തന്നെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നടപ്പാക്കാനുള്ള പദ്ധതികൾക്ക് ഒക്കെ തന്നെ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിലവിലുള്ള ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും നടപ്പാക്കാനുള്ള വികസനങ്ങൾ മുഴുവൻ നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. KPCC അംഗവും മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് C. സംഗീത. നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷ കാലയളവിൽ നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചു. അതിൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾ ഹൈടെക് ആക്കൽ, കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കൽ, ആരോഗ്യ മേഖല പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ നല്ല പ്രവർത്തനങ്ങൾ എപ്പോഴും അഭിനന്ദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പോരായ്മകളെ തീർച്ചയായിട്ടും ഞാൻ ആ പോരായ്മ നികത്തിക്കൊണ്ട് ഇനിയുള്ള വർഷങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് ഇവിടുത്തെ വോട്ടർമാരോട് പറയാനുള്ളത്. നഗരസഭയിൽ UDF ഭരണസമിതി നടപ്പാക്കിയ വികസന മാതൃക ഉയർത്തിക്കാട്ടി തന്നെയാണ് ജനവിധി തേടുന്നതെന്ന് C. സംഗീതയും പറഞ്ഞു. 2005 ഞാനിവിടെ ആദ്യമായിട്ട് ഇലക്ഷന് പട്ടാമ്പി പഞ്ചായത്ത് ആവുന്ന സമയത്ത് മെമ്പറും പ്രസിഡൻറ്റും ഒക്കെ ആയത് ഈ പറയുന്ന 2005 ഈ പറയുന്ന കൈത്തിളി ഡിവിഷനിൽ വാർഡിലാണ് നിന്നിരുന്നത്. അതിൻ്റെ കുറേ ഒരു 90% പ്രദേശങ്ങളും ഇന്നും ഉണ്ട്. കുറച്ച് ഭാഗം മാത്രമാണ് അതൊന്ന് മാറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതുതന്നെയാണ് ഇന്നും ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും അതിൽ യാതൊരു മാറ്റവും കണ്ടതായി തോന്നുന്നില്ല. കുടിവെള്ളം വളരെയധികം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ്. നമ്മുടെ കൈത്തളി വാർഡിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ പ്രയത്നവും 100% പ്രയത്നം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. NDA സ്ഥാനാർത്ഥിയായി BJP പ്രവർത്തക T. പത്മിനിയും മത്സരരംഗത്തുണ്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്
കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. Dubai Gold and Diamonds, Pride of Generations, Bypass Road, Perindalmanna.